പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് 1:3 തിരുവചനം പറയുന്നു, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശമാണ് ബൈബിളിൽ നാം കാണുന്നത്. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത യേശുവിൻ്റെ വചനങ്ങൾ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അതുകൊണ്ടാണ് ബൈബിളിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹീതരാണ് എന്ന് തിരുവചനം പറഞ്ഞത്. ഹെബ്രായർ 4:12 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയത്? 2 തിമോത്തി 3:16 തിരുവചനം പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ തിരുത്തുന്നതിനും ദൈവിക നീതിയിൽ എങ്ങനെ നാം ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുവാനുമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം വചനമനുസരിച്ച് നമ്മുടെ തെറ്റുകൾ തിരുത്തുവാൻ നാം തയ്യാറാകണം. അല്ലെങ്കിൽ നാം നമ്മുടെ ആത്മാവിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കണം എന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം 21-22 തിരുവചനങ്ങളിലൂടെ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. അപ്പോൾ ദൈവവചനമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ തിന്മയെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് തെറ്റുകൾ പറ്റുകയുമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? മത്തായിയുടെ സുവിശേഷം 22-ാം 29 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതിനാലല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത് എന്ന്. ദൈവത്തിൻ്റെ വചനങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാരാണ്. അവൻ ഏത് പ്രവൃത്തിയിലും ഏർപ്പെട്ടാലും അതെല്ലാം സഫലമായി തീരും. നീർച്ചാലിനരികിൽ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും അവൻ. സങ്കീർത്തനം 1:1 സങ്കീർത്തകൻ പറയുന്നു, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. ഹൃദയത്തിൽ ദൈവവചനം നിറച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. ദുഷ്ടരുടെ ഉപദേശം, അതായത് തെറ്റായ ഉപദേശം സ്വീകരിക്കുകയോ ദൈവത്തിനെതിരായി പാപം ചെയ്യുകയോ നാവിനെ നിയന്ത്രിക്കാതെ മറ്റുള്ളവരെ പരിഹസിച്ചും കുറ്റം വിധിച്ചും പരദൂഷണം പറഞ്ഞും നടക്കുക ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും അനുവദിക്കുകയില്ല. വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആത്മാവ് നമ്മെ സഹായിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.